60 മിനിറ്റ് കൊണ്ട് 50,000 ബുക്കിംഗ് വന്നു. 11 മാസ കാലയളവ് കൊണ്ട് 1,00,000 യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു. മഹീന്ദ്ര എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ലൈനപ്പിലെ ഫാസ്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റ് ബുക്ക്ഡ്, ഫാസ്റ്റ് ഡെലിവേർഡ് വാഹനം എന്നൊക്കെ വേണമെങ്കിൽ മഹീന്ദ്രയുടെ 3XO വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പം നമ്മളുള്ളത് മുംബൈയിലാണ്. ഇവിടെ വെച്ച് നമ്മൾ പറയാൻ പോകുന്നത് മഹീന്ദ്ര 3XOയുടെ പുതിയ വേരിയന്റ് ആയിട്ടുള്ള മഹീന്ദ്ര 3XO REV Xനെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക്, മഹീന്ദ്ര 3XO REV Xന്റെ വോക്കർ റൗണ്ട് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വാഹനത്തിന്റെ ലുക്ക് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു ലുക്കായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫ്രണ്ട് ആയിരുന്നു. ആ ഒരു ഫ്രണ്ട് ഏറെക്കുറെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വലിയ ചേഞ്ച് വന്നുള്ള ഈ ഒരു ഗ്രില്ലിന്റെ ഭാഗത്താണ്. നേരത്തെ ഒരു ബ്ലാക്ക് കളറാണ് ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് ബോഡി കളർ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 5 കളർ ടോണുകൾ അവൈലബിൾ ആണ്. ആ 5ന്റെ ഭാഗത്ത് ഇപ്പോൾ റെഡ് ആയതുകൊണ്ട് ഇവിടെ റെഡ്, ബ്ലൂ ആകുമ്പോൾ ഇവിടെ ബ്ലൂ ആയിരിക്കും, ബ്ലാക്ക് ആകുമ്പോൾ അവിടെ ബ്ലാക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് നമുക്കൊരു ഗൺ മെറ്റാലിക് പോലത്തെ ഒരു എലമെന്റ് ഇങ്ങനെ കൊടുത്ത് ആ ഒരു മഹീന്ദ്ര ലോഗോനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ബാക്കിയൊക്കെ തന്നെയും നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ബമ്പറിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു എയർ ഡാമിന്റെ യൂണിറ്റും ഒക്കെ തന്നെയും. ഇവിടെ നമുക്ക് LED ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ കാണാം. അതും അല്ലെ ഇൻഡിക്കേറ്റർ ഒക്കെ വന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏരിയ ഒക്കെ കൊടുത്തേക്കണം. ഇനി വേറൊരു കാര്യം പറയാം, ഇതിനകത്ത് 3 വേരിയന്റ് ഉണ്ട്. REV Xനകത്ത് M എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബേസ് വേരിയന്റ്. ആ ബേസ് വേരിയന്റിലേക്ക് വരുമ്പോഴും ഇത് ഇതേപോലെയാണ്. ഇവിടെ നേരത്തെ ആ ഒരു ബ്ലാക്ക് എലമെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വേറെ കാര്യം, ഹെഡ് ലാമ്പിലേക്ക് പറയുന്ന സമയത്ത് അതിനകത്ത് ബൈ ഹാലജൻ ഹെഡ് ലാമ്പാണ്, LED ഇൻഡിക്കേറ്ററുമാണ് വന്നുള്ളത്. അതായത് ഏതിൽ ഏറ്റവും ബേസ് വേരിയന്റിൽ. REV Xന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതാണ്. ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ബേസ് വേരിയന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അവർ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. കാരണം ഏറെക്കുറെ ടോപ്പ് എൻഡ് പോലെ തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അത് ഞാൻ പറയാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വീലാണ്. വീലിലേക്ക് വരുന്ന സമയത്ത് ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റോട് കൂടിയിട്ടുള്ള, അതായത് അലോയ് വീല് മൊത്തം പിയാനോ ബ്ലാക്കിലാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത്. 16 ഇഞ്ച് വീലുകളാണ്. ഡിസ്ക് ബ്രേക്കിന്റെയും അതുപോലെ ബ്രേക്ക് കാലിപ്പേഴ്സ് ഒക്കെ അവിടെ കാണാം. ഇനി ഇതിനകത്ത് ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് വീൽ കവർ കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽ അല്ല, പക്ഷെ ഇതേപോലെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിനകത്ത് ഒരു വീൽ കവർ ബേസ് വേരിയന്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതിൽ അങ്ങനെ ബേസ് വേരിയന്റിനകത്ത് കൊടുക്കാറില്ല അല്ലെ. സൈഡ് വ്യൂ മിറർ കാണാം, അതിനകത്ത് ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്തുണ്ട് പിയാനോ ബ്ലാക്ക് ആണ് ഇവിടെ. അതുപോലെ തന്നെ റൂഫ് ഭാഗം വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് പിയാനോ ബ്ലാക്ക് ആണ്, അതായത് ഡ്യുവൽ ടോൺ ആണ്. അതും ബേസ് വേരിയന്റിനകത്ത് അതേപോലെ തന്നെയാണ്, ഡ്യുവൽ ടോണിനകത്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാ കളറിനകത്തും നമുക്ക് ഡ്യുവൽ ടോൺ അവൈലബിൾ ആയിട്ട് കിട്ടും. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഒക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് REV X എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇത് 2 ക്വാർട്ടർ പില്ലറിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇതും ബേസ് വേരിയന്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. റൂഫ് റെയിൽ കാണാം, അതിനകത്ത് ആ ഒരു ഡിസൈൻ എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലത്തെ ഡിസൈൻ എലമെന്റ് ഇവിടെയും നമുക്ക് കാണാം ടെയിൽ ലാമ്പിന്റെ ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ ഒരു SUV ലുക്ക് കൊടുക്കാൻ ഒരു ബോഡി ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു SUV ലുക്ക് ഉണ്ട് കേട്ടോ. ഒരു യുണീക്ക് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ എന്ന് പറയാം. അതുപോലെ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഭയങ്കര പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ഇൻഫിനിറ്റി ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ പുതുതായിട്ട് ഇവിടെ REV X എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസമാണ്. ബാക്കിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. വൈപ്പർ, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ യൂണിറ്റ്. അവിടെ നമുക്ക് ആന്റിന കാണാം, ഷാർക്ക് ഫിൻ ആന്റിന അല്ല, അതേപോലെ കൊടുത്തേക്കണം. അതുപോലെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ ഇതിനകത്താണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് റിയറിലെ മാറ്റം, അതായത് ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ REV M എന്ന് പറയുന്നത് ഈ പരസ്പരം കണക്റ്റിംഗ് ലാമ്പ് ഉണ്ടായിരിക്കില്ല. ഇവിടെ മാത്രമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പ്, അതും LED ആയിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ്. LED ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ബേസ് വേരിയന്റിൽ എല്ലാ വാഹനത്തിനകത്തും നിങ്ങൾ കണ്ടിട്ടുള്ള ഇന്റീരിയർ എങ്ങനത്തെ ഇന്റീരിയർ ആയിരിക്കും? ലെതർ ആയിരിക്കോ അതോ ഫാബ്രിക് അപ്പോൾസ്റ്ററി ആയിരിക്കോ? മോസ്റ്റ് ഓഫ് ദം ഫാബ്രിക് അപ്പോൾസ്റ്ററി ആയിരിക്കില്ല, മോസ്റ്റ് ഓഫ് ദം അല്ല, എല്ലാം. എന്നാൽ 3XO REV Xലേക്ക് വരുന്ന സമയത്ത് ബേസ് വേരിയന്റിനകത്തും ലെതർ സീറ്റാണ് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. അതായത് ഫുള്ളി ലെതർ സീറ്റുകളാണ് ഇതിന്റെ ബേസ് വേരിയന്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഇന്റീരിയർ കാണുമ്പോൾ ഇതിനകത്തൊരു ഡ്യുവൽ ടോൺ ഇന്റീരിയർ അല്ലേ, ബ്ലാക്കും അതുപോലെ തന്നെ ഐവറി കളറും കൂടി ചേർന്നിട്ടുള്ള, അത് മാറും. ഫുള്ളി ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആയിരിക്കും ബേസ് വേരിയന്റിനകത്ത് ഉണ്ടായിരിക്കുക. സീറ്റ് ലെതർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യം. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും രസം അപ്പോൾ ബ്ലാക്ക് ഇന്റീരിയർ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇത് ലെതർ അല്ല, ഇവിടേക്ക് ഈ വൈറ്റ് കാണുന്നതൊക്കെ ആക്ച്വലി പ്ലാസ്റ്റിക് ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ ചെളി കുറവായിരിക്കും. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ ഈങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. കണ്ട ഇവിടെയൊക്കെ നോക്കിയാൽ ചെറുതായിട്ട് ഇങ്ങനെ ചെളി വന്നിട്ട് ആ ഒരു കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആവും. അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, REV XM അതായത് ബേസ് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഈ സീറ്റിന്റെ കൺട്രോൾ ഇതേപോലെ തന്നെയാണ്. അതായത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് ബേസ് വേരിയന്റിനകത്തും വരുന്നത് എന്നുള്ളത് REV X ബേസ് വേരിയന്റ്, അതായത് REV X M ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്നാൽ ഈ സീറ്റ് സ്റ്റിച്ചിങ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ.
ഈ ഒരു ഐവറി കളർ ടച്ച് വരുന്നത്. കാണുമ്പോൾ അത്യാവശ്യം കംഫി ആയിട്ടുള്ള ഒരു സീറ്റാണ്. എന്താ കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിലേക്ക് വരാം. പവർ വിൻഡോ കൺട്രോൾസ് അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്കിൻ്റെ അകത്താണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം, ധാരാളം സ്പേഷ്യസ് ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്, ക്ലീനബിൾ, അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. പിന്നെ വേറെ കാര്യം, കീ ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമോട്ട് എൻട്രി പോസിബിൾ ആണ്, അതായത് കീലെസ് എൻട്രി പോസിബിൾ ആണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം, എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഇതിനകത്ത് ഫോളോ മീ സിസ്റ്റം ഉണ്ടല്ലോ, ഹെഡ് ലാമ്പിൻ്റെ. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡൊക്കെ ഹെഡ് ലാമ്പ് ഇങ്ങനെ ഓൺ ആയിട്ട് നിൽക്കും. കാരണം എന്താ പറയുക, നമുക്ക് വീട്ടിലേക്ക് വഴി കാണിച്ചു തരാൻ ഫോളോ മീ ഹോം ആ സിസ്റ്റം ബേസ് വേരിയന്റ് മുതലുണ്ട് ഇതിനകത്ത്. നല്ലതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഓക്കെ, ഇഗ്നേഷൻ സ്റ്റാർട്ട് ഒന്നും ബേസ് വേരിയന്റിനകത്ത് ഉണ്ടായിരിക്കില്ല. അതുപോലെ ഈ 23.5 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇല്ലേ, ഇതും ബേസ് വേരിയന്റിനകത്ത് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിനകത്തുള്ള കണക്റ്റഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. 80+ ഫീച്ചേഴ്സ് ഉള്ള ആ മഹീന്ദ്രന്റെ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അഡ്രിനോക്സ്, അതൊന്നും ഇതിനകത്ത് വരില്ല എന്നുള്ളതാണ്. അത് ടോപ്പ് എൻഡിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിനകത്ത് ഉണ്ടാവില്ല. അതുപോലെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇവിടെ കാണാം. അതും എനിക്ക് തോന്നുന്നു ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ഞാൻ ഓടിക്കുന്നില്ല ചേച്ചി, പിന്നെ എന്തിനാ. അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അതിനകത്ത് ആവശ്യത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വേറെ കാര്യം, ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് അഡാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അഡാസ്, അതുപോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രന്റെ ലൈനപ്പിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തുടങ്ങിയത് 3XO ആയിരുന്നു തോന്നുന്നു. അത് നിലനിർത്തിയിട്ടുണ്ട്, നൈസ് കാര്യം. പിന്നെ റവ്എക്സ് എം എന്ന് പറയുന്ന ഫസ്റ്റ് വേരിയന്റ് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ റവ്എക്സ് എം ഓപ്ഷണൽ എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് വെറും ഓപ്ഷണലാണ്. അതായത് സൺറൂഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഓപ്ഷണൽ ആയിട്ട് വേണ്ട ആളുകൾക്ക് ഒരു സിംഗിൾ പാൻ സൺറൂഫ് അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ പൈസയും കൂടി കൊടുത്താൽ റവ്എക്സ് എം ഓപ്ഷണൽ എന്ന് പറയുന്ന മോഡൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു സൺറൂഫ്, ഇത്രയും ഫീച്ചറുകളും സൺറൂഫ് കിട്ടും. അതായത് ബേസ് വേരിയന്റിന് കുറച്ച് മുകളിൽ ഒരു സൺറൂഫ് ഓപ്ഷൻ കൂടി വരും. സൺറൂഫിന് പ്രാധാന്യം കൊടുക്കുന്നവരെ മഹീന്ദ്ര പരിഗണിച്ചതാണ്. അവിടെ നിന്ന് മാറി ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഈ ചേഞ്ചസുകളൊക്കെ വരുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയാം. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഒക്കെ കാണാം. അഡാസിൻ്റെ അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്തും സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് അതിനകത്ത് ഉണ്ട് എന്നതാണ്. ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് അവിടെ ഉണ്ടായിരിക്കും. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, കോളർ ഇന്ത്യയുള്ള ഫങ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് വേരിയന്റിനകത്ത് ഉണ്ടായിരിക്കും എന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡിനകത്തൊരു പാനറമിക് സൺറൂഫ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ളൊരു പാനറമിക് സൺറൂഫാണ്. പിന്നെ ഈ റൂഫൊക്കെ ഉണ്ട്, ഇതൊരു ഐവറി കളറിന്റെ കണ്ടിന്യൂഷൻ ആണ്. ചെളിയാവും എന്നുള്ളൊരു കമന്റ് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, എല്ലാ വണ്ടിക്കകത്തും അത് ചെളിയാവും, ഇതിനകത്ത് മാത്രമല്ല. ഇനി ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ IRVM, ഇത് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതിൻ്റെ അങ്ങനെയാണ് അത് ക്രമീകരിക്കപ്പെട്ടുള്ളത്. വേറെ കാര്യം, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമുള്ളതാണ്. പിന്നെ ഈ ഒരു സാധനം എന്താ, അത് മഹീന്ദ്രൻ്റെ ഒരു ടിപ്പിക്കൽ പരിപാടിയാണ്, ക്ലൈമറ്റ് കൺട്രോൾ. അത് അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. എമർജൻസി പിക്കപ്പ് സർവീസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം, ആ പരിപാടിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനകത്താണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട്. ബേസിനകത്തേക്ക് വരുന്ന സമയത്ത് മാനുവലിൽ മാത്രമേ ഉള്ളൂ. 2 കപ്പ് ഹോൾഡേഴ്സ് വേണം. ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കണേ. കുറച്ചും കൂടി ഒരു പ്രീമിയം അപ്പീലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനകത്തൊരു 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ആയിട്ടുള്ളത്. അത് ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് 4 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ആണ് ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സ്പേസിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ 10 വിരലിൻ്റെ ഗ്യാപ്പോളം എനിക്കിവിടെ ഉണ്ട്. നമുക്ക് വെറുതെ പറയുന്നില്ല. അപ്പോൾ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. അത്യാവശ്യം നല്ല SUV ഷോ ആണ്. അതായത് കമാൻഡിങ് പൊസിഷനിൽ നമുക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും. റിയർ സീറ്റും അത്യാവശ്യം നല്ല കംഫി ആയിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഈ വണ്ടിയുടെ ലുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീമിയവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും ഒക്കെ കുറച്ചൊരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ടുള്ളൊരു മോഡലാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്രയും പീസ് ഇത് വിറ്റഴിക്കപ്പെടുകയും ഇത്രയും ആളുകൾ ഇത് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ കുക്കുകൊണ്ടാണ് സേഫ്റ്റിൻ്റെ കാര്യത്തിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇവരുടെ ഡീസൽ എഞ്ചിൻ അടിപൊളിയാണ്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഡീസൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ എഞ്ചിനാണ് മാത്രമാണുള്ളത്. അങ്ങനെയാണ് ഇത് ക്രമീകരിക്കപ്പെട്ടുള്ളത്. സോ ഞാൻ ഇതിൻ്റെ എഞ്ചിൻ ക്യാബിൻ കൂടി ഒന്ന് കാണിച്ചു തരാം. ഇനി എഞ്ചിൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള TGDI എഞ്ചിനാണ്. ഈ എഞ്ചിൻ 96 kWh പവറും അതുപോലെ തന്നെ 230 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. 4.4 സെക്കൻഡ് കൊണ്ട് 0 to 60 km/h വേഗതയിൽ എത്തും എന്നുള്ളതാണ്. 96 kW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നറിയോ? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? എത്ര ഉണ്ടാവും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചോക്ക്. അല്ലെങ്കിൽ ഞാൻ പറയാം, 128 ഹോഴ്സ് പവർ, 129 ഹോഴ്സ് പവറാണ്. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ 3XO RevX
അതിനകത്തും അതിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്തുള്ള ഗുണങ്ങളും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ബേസ് വേരിയന്റ് കുറച്ചും കൂടി റീഡിഫൈൻ ചെയ്ത പോലെ ഇല്ലേ, അതായത് ബേസ് വേരിയന്റിൽ ഒരുപാട് സാധനങ്ങൾ പ്രീമിയം ഫീച്ചേഴ്സുകൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ വേറെ കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിന്റെ പ്രൈസ് സാധാരണ ഞാൻ എൻ്റെ ഒരു ഗസ് പറയാറുണ്ട്, ഇതിനകത്ത് ഞാൻ എൻ്റെ ഗസ് പറയുന്നില്ല, പകരം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര രൂപയാണ് ഈ വണ്ടിക്ക് ഗസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു വണ്ടിക്ക് എത്ര ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.